നമ്മളുള്ളത് മലപ്പുറം അങ്ങാടിപ്പുറം മാണിക്യപുരം വിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും ശോഭായാത്ര അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. കണ്ണന്മാരും ഗോപികമാരും രാധമാരും ഒക്കെ ഇതിനോടകം തന്നെ അവരൊക്കെ വേഷം കെട്ടി ഘോഷയാത്രയ്ക്ക് ശോഭായാത്രയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മോടൊപ്പം മനുഷ്യടം ചേരുന്നുണ്ട്. ബാലഗോകുലത്തിൻ്റെ ഇവിടുത്തെ അധികാരിയാണ്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ അത്ര ശോഭായാത്രയുടെ ഒരു പൊലിമ ഉണ്ടാവില്ല ഉണ്ടല്ലേ വയനാട് ദുരന്തത്തിന്? നമ്മൾ ഈ വർഷം വയനാട് ദുരന്തത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ ഭക്തിസാന്ദ്രമായിട്ട് ആർഭാടങ്ങൾ കുറച്ചുകൊണ്ടാണ് ഈ വർഷം ശോഭയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നല്ലൊരു പങ്കാളിത്തം ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. എത്ര കുട്ടികളാണ് ഇത്തവണ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ? അങ്ങാടിപ്പുറം ക്ഷേത്ര നഗരിയാണ്. വിവിധ ക്ഷേത്രങ്ങൾ, പത്തോളം ക്ഷേത്രങ്ങൾ ഈ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. അവിടെയുള്ള ജനപദങ്ങളിൽ നിന്ന് കുട്ടികൾ രാധാകൃഷ്ണ വേഷങ്ങളിലും പുരാണ കഥാപാത്രങ്ങളുടെയൊക്കെ ആയിട്ട് ഘോഷയാത്രയായിട്ട് ശോഭായാത്രയായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് തളി മഹാക്ഷേത്രത്തിൻ്റെ അവിടെ, തളി ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് സംഗമിച്ച് അവിടെ നിന്ന് മുതുവറ ക്ഷേത്രം വഴി ഇടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിക്കുന്ന തരത്തിൽ പാലക്കോട് ശിവക്ഷേത്രത്തിൽ നിന്നും ഒരു ശോഭയാത്ര ആരംഭിക്കുന്നുണ്ട്. ഇങ്ങനെ സംയുക്തമായിട്ട് ഇടത്തുപുറം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഒരു 2 കിലോമീറ്ററിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ശോഭയാത്രയാണ്. മഹാശോഭയാത്രയായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആഡംബരങ്ങൾ പൊതുവെ പണച്ചെലവുള്ള ഫ്ലോട്ടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭജനകൾക്കും ഗോപികാവേഷങ്ങൾക്കൊക്കെ ഗോപികാ നൃത്തമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക ശോഭയാത്രയായി തന്നെ അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും പതിവുകളാണ്. കുറേ വർഷങ്ങളായിട്ടുണ്ട്. നമ്മുടെ ബാലഗോകുലമാണ് സംസ്ഥാന ബാലഗോകുലം കുട്ടികളുടെ സംഘടനയുണ്ട്. ആ ലേബലിലാണ് പരിപാടികൾ നടക്കുന്നത്. ദേശീയതയും സാംസ്കാരിക മൂല്യങ്ങളും ചെറിയ കുട്ടികളിൽ പകരാൻ വേണ്ടിയിട്ട് സനാതന മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കുട്ടികളെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ബാലഗോകുലം ചെയ്യുന്നത്. ബാലഗോകുലത്തിൻ്റെ പേരിൽ ബാലദിനമായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. എന്താണ് കൃഷ്ണന്മാരൊക്കെ ഒരുക്കിയോ? ആദ്യമായിട്ടാണോ വേഷം കെട്ടുന്നത്? എവിടെ നിന്നിട്ട് മയിൽപ്പീലി ഓടക്കുഴലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആദ്യമായിട്ടാണോ? മോന്റെ പേരെന്താ? ദേവദർശൻ. മോന്റെ പേരോ? നവനീത്. അപ്പൊ കണ്ണന്മാരായില്ലേ? രാധ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്താ മോളുടെ പേര്? ദേവാംഗന. എന്താണ് വേഷം കെട്ടി കഴിഞ്ഞോ? ചെറിയ ഉണ്ണിക്കണ്ണന്മാരൊക്കെയാണ് വരുന്നുണ്ട്. എന്താ മോന്റെ പേര്? ഓഹോ, അപ്പൊ ആരെ വേഷം കെട്ടീനെ? മോനെ ആരെ വേഷം കെട്ടീനെ? എന്താണ് ഈ ഉണ്ണിക്കണ്ണന്റെ പേര്? അഭിജിത്ത്. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ആരെങ്ങനെ വേഷം കെട്ടിക്കുന്നേ? അമ്മ. അമ്മ. ഇപ്പൊ ആരാ വേഷം കെട്ടിയിരിക്കണേ? ആരെ വേഷം കെട്ടിയിരിക്കണേ? കൃഷ്ണന്റെ ആണ് അല്ലേ? ആഹാ, ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം അങ്ങനെ പൂർത്തിയായിട്ടുണ്ട്. എത്ര മണിക്ക് ഇറങ്ങുക? ഏകദേശം ഒരു 5 മണിയോട് കൂടെ ഇവിടുന്ന് പുറപ്പെടുന്നതാണ് ആരംഭിക്കുന്നത്. 7 മണി വരെ അല്ലേ? 2 മണി. നമ്മളിവിടെ ഉദ്ഘാടനത്തില് വയനാട് ദുരന്തത്തില് ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു അനുശോചനത ഉണ്ടാവും. ശേഷം നമ്മൾ ശോഭയാത്ര ആരംഭിക്കും. എന്താണെങ്കിലും കണ്ണന്മാരും ഗോപികമാരും രാധമാരും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശോഭായാത്ര 5 മണിയോടെ തന്നെ ഇവിടുന്ന് ആരംഭിക്കും. ഇവിടുന്ന് ആരംഭിച്ച് തളിക്ഷേത്രത്തിന് അവിടുന്ന് കൂടുതൽ ശോഭായാത്രകളെത്തി ഒരു മഹാശോഭായാത്രയായിട്ട് അങ്ങ് ഇടത്തുപുറം അമ്പലത്തിലേക്ക് നീങ്ങും. അതാണ് ഇവിടുത്തെ ഒരു രീതി. ആ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ തവണത്തേക്കാൾ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഡംബരങ്ങൾ പ്ലോട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് സംഘാടകർ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് വരും മണിക്കൂറുകളിൽ ഈ ശോഭായാത്രയുടെ നല്ല ഭംഗിയുള്ള ശോഭകരമായ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അങ്ങാടിപ്പുറം നിന്നും CB അനുമോദ്, ന്യൂസ് 18.